ഹലോ ഗായ്സ്, അതുലാണ് സൈഡ് ഹസ്ലറിൽ നിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്രയേലിലെ രണ്ട് കിഡിലൻ ജോബ് ഓഫറോടെ ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് നെറ്റന്യ എന്ന് പറയുന്ന നോർത്ത് സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് ഇസ്രയേലിൽ, പിന്നെ വേറെ ഒരു അവിടെ MST എന്നൊരു കമ്പനിയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് വെയർ ഹൗസ് വർക്കറായിട്ട് ഇംപ്ലാന്റ് ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് എൻവിസ്റ്റ എന്നൊരു കമ്പനിയാണ്. ഈ രണ്ട് കമ്പനിയിൽ വെയർ ഹൗസ് വർക്കേഴ്സിൻ്റെ ഓഫറുണ്ട്. അതിൽ വിസ സ്പോൺസർഷിപ്പുണ്ട്. കാരണം ഇവർ വേറെ ഏജൻസി, പുറത്തുനിന്നുള്ളൊരു ഏജൻസിയുടെ ഒന്നും റെസ്യൂം ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല അൺലെസ് അവർക്ക് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഇല്ലാതെ. ഇത് ഒരു ക്യാൻഡിഡേറ്റ്സിൻ്റെ ഡയറക്റ്റായിട്ടാണ് നമ്മുടെ റെസ്യൂം എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പം ശമ്പളം എന്ന് പറയുമ്പോൾ $1350 മുതലാണ് തുടങ്ങുന്നത്. മനസ്സിലായി. ഏറ്റവും മിനിമം സാലറി $1350 ഏകദേശം $1,80,000 അല്ലെങ്കിൽ $1,10,000 രൂപയുടെ ശമ്പളം വരും. 10 പൈസ ചിലവില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാം നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കുക. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് നല്ല കവർ ലെറ്ററും നല്ലൊരു പ്രോപ്പർ റെസ്യൂമേ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നോക്കിയിട്ട് ഈ രണ്ട് ജോലിയെക്കുറിച്ച് നമുക്ക് കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ MSB എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഭയങ്കര ലാർജ് ഒരു ഓർഗനൈസേഷനാണ്. ഈ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ പസഫിക്, US, കാനഡ, പ്യൂർട്ടോ റിക്കോ എന്നുള്ള ആൾക്കാർക്കുള്ള സൈറ്റാണ്. അല്ലെങ്കിൽ വേറെ സൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ വേറെ പോകാം. ഒന്നുമില്ല, വെയർ ഹൗസ് ആണ് നിങ്ങളുടെ. അത് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടറൈസ്ഡ് വെയർ ഹൗസ് വർക്ക് ചെയ്യണം, ബേസിക് ഇംഗ്ലീഷ്, തന്നെ സൈറ്റ് ആവാനും, അത് വിസ കിട്ടിയാലും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരണമെന്നാണ് പറയുന്നത്. പിന്നെ സാപ്പിൻ്റെ ഒരു സാപ്പ് നോളജ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഏതെങ്കിലും വെയർ ഹൗസ് റിലേറ്റഡ് സോഫ്റ്റ്വെയർ നോളജ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്, ട്രാവൽ റിക്വയർമെൻറ്റ്സ്, ലൈസൻസ് വേണം. അപ്പം ഇതിൻ്റെ സാലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം $1350 പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇതിന് ഈ ലിങ്കിൽ ഞാൻ വെച്ചേക്കാം. ഈ ലിങ്കിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് വീഡിയോയുടെ ഇടയിൽ നമ്മുടെ കാർഡ് നോക്കുക, ആ കാർഡിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ വെയർ ഹൗസ് വർക്കറായിട്ടാണ്. അടുത്തത് എൻവിസ്റ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. എൻവിസ്റ്റ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് December 6 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വേക്കൻസി ഉണ്ട് അവിടെ. അതായത് അവിടെ വേറെ ഓപ്പൺസി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കൺസൾട്ടൻസി ആയിട്ട് ഡയറക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. കാൻഡിഡേറ്റ്സിൻ്റെയും ഡയറക്റ്റായിട്ടാണ് റെസ്യൂം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണല്ലോ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നല്ലൊരു റെസ്യൂമെ തയ്യാറാക്കണം. നല്ലൊരു റെസ്യൂമെ തയ്യാറാക്കുന്നതിനെ കുറിച്ച് എൻ്റെ അടുത്തൊരു വീഡിയോ പറയുന്നുണ്ട്. അത് റെസ്യൂമെയും കവർ ലെറ്ററുമാണ് ഏത് ജോലിയുടെ ആണെങ്കിലും ഒരു ഫസ്റ്റ് കാര്യം. അപ്പം നല്ലൊരു റെസ്യൂമെ എങ്ങനെ തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവരും ഈ രണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നന്ദി. താങ്ക് യു.